ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് കുറച്ച് ചേമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചേമ്പ് ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ള അത് നിങ്ങളെയും കൂടി കാണിക്കാനാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് എല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ജീരകം, മുളക്, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇനി അത് മുറിച്ചിടട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് അതിനെ വേവിക്കണം. അപ്പോൾ പാത്രം വെച്ചു. പാത്രത്തിലേക്ക് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ കപ്പയെല്ലാം മുറിച്ചിടുന്നില്ലേ, അതേപോലെ മുറിച്ചിടുക. എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്നോ ചേമ്പ് വെക്കൽ അറിയില്ല. ഇതാകുമ്പോൾ നമുക്ക് ചേമ്പ് കഴിച്ചിട്ട് വയറ്റിൽ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെക്കുന്നത്. ഇതിൽ കുറച്ച് ഉള്ളിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഉള്ളിയും കൂടി ചതുക്കി ചേർക്കാം. ഉള്ളി എടുക്കാൻ വിട്ടുപോയതാണ്, അപ്പോൾ അതും കൂടി ഞാൻ എടുത്തിട്ട് കാണിച്ചു തരും. എന്തെങ്കിലും ഒന്നും മറന്നിട്ടുണ്ടാവും എല്ലാ ദിവസവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ, ചില സമയങ്ങളിൽ അങ്ങനെയാണ്. അപ്പോൾ ഇത് ഏകദേശം എല്ലാം മുറിച്ചിട്ട് കഴിയാനായി. എനിക്ക് ഇതാ ഈ ഒരു പീസും കൂടിയേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ തീർന്ന്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ അടുപ്പത്ത് വെക്കണം. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കട്ടെ. ചേമ്പ് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ചേമ്പ് വേവാനുള്ള വെള്ളം ഒഴിച്ചു. ഇനി അതിൽ ചേമ്പിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. ചേമ്പിന് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടച്ച് വെക്കാം. എന്നിട്ട് അതാടുന്ന് വെന്തതിൻ്റെ ശേഷം ഇനി നമുക്ക് കാണാം. അപ്പോഴത്തേക്ക് നമ്മൾ ഈ അരപ്പെല്ലാം തയ്യാറാക്കിയിട്ട് വരുന്നു. ഇതിന് ഉള്ളിയും കൂടി ഞാൻ എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഇതാ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതെല്ലാം എടുത്തിട്ട് അരക്കട്ടെ. തേങ്ങ, ജീരകം, ഉള്ളി ഇതെല്ലാം ചതുക്കിയെടുക്കട്ടെ. നല്ലോണം അരക്കണ്ട, ചതുക്കിയെടുത്താൽ മതി. അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ ഇതാ അരച്ചു കൊണ്ടിട്ടുണ്ട്. ഇതേപോലെയാണ് അരച്ചെടുക്കേണ്ടത്. പിന്നെ നമ്മൾ ചേമ്പ് വെക്കുന്നതിന് മഞ്ഞൾ ഇടുന്നില്ല, അതാണ് വേറെയൊരു ഇത്. മഞ്ഞൾ ഇടാതെയാണ് നമ്മൾ ചേമ്പ് വെക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളെ ചേമ്പ് തിളച്ചിട്ട് കാണുന്നുണ്ട്. ഒന്ന് നമുക്ക് ഇളക്കി വെക്കാം. നല്ലോണം വെന്തതിൻ്റെ ശേഷം നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം. അപ്പം എല്ലാം ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെക്കുക. ഓക്കെ. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ എന്തുണ്ട്. നമ്മളെ ചേമ്പൊക്കെ വെന്തു നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടല്ലോ. അപ്പം എല്ലാം ഒന്ന് ഇളക്കി നല്ല റെഡിയാക്കി വെക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് തേങ്ങ ഇതിലേക്ക് ചേർക്കാൻ. അപ്പം ഞാൻ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതേ
മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്നുണ്ട്. ഇനി നല്ലോണം തിളക്കണം ഇത്. അടിപൊളിയായിട്ട് തിളച്ച് വരണം. കണ്ട, ഉപ്പുണ്ടോ നോക്കട്ടെ ഞാൻ. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. വാവ്, എന്തൊരു ടേസ്റ്റ്. അപ്പോൾ ഇനി ഇതിലൊരു സാധനവും കൂടി നമുക്ക് ചേർക്കാനുണ്ട് ഗൈസ്. നമ്മളെ പച്ച വെളിച്ചെണ്ണ. അപ്പം ഞാനിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. കണ്ടോളണേ, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് രുചി. കണ്ട, അപ്പം ഇനി നമുക്കിതെല്ലാ സ്ഥലത്തും ഒന്ന് ഇളക്കി റെഡിയാക്കി കൊണ്ടുവരിക. വെളിച്ചെണ്ണ കണ്ട. ഇനി നമുക്കിതിൽ 2 കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ടേക്കാം. കറിവേപ്പില ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും അതൊരു കറിവേപ്പിൻ്റെ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ അതും കൂടി ഇടാം. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ രുചി മനസ്സിലാവും. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത് ഈ ചേമ്പ് കഴിച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു വയറ്റിൽ അസുഖവും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കറിവേപ്പിലയും കൂടി എടുത്തിട്ടിടട്ടെ. അപ്പോൾ ഇതൊക്കെ കറിവേപ്പില, ഒരു ചെറിയ കുഞ്ഞി കറിവേപ്പിലേൻ്റെ തൈ ഞാൻ അവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ നിന്ന് പോയിട്ട് ഒന്ന് എടുത്തിട്ട് കൊണ്ടുവന്നതാണ്. ഒന്ന് നല്ലൊരു മണം കിട്ടുമല്ലോ കറിവേപ്പിലേൻ്റെതാ. ഇപ്പം എൻ്റെ ചേമ്പ് നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് ഇങ്ങനെയാണ് നമ്മൾ ചേമ്പ് വെക്കൽ. കണ്ട, അടിപൊളിയല്ലേ. അപ്പം ഞാനിത് ഗ്യാസ് ഓഫാക്കിയിട്ട് വാങ്ങി വെക്കട്ടെ. നല്ല അടിപൊളിയായിട്ട് ഇത് തിളച്ചിട്ടുണ്ട്. ഇതാ തിളക്കുന്ന കണ്ടല്ലോ, ഇതാ കണ്ട. അപ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. എല്ലാം ഇളക്കി എല്ലാടിയും ചേർത്ത് ആ പച്ച വെളിച്ചെണ്ണയെല്ലാം എല്ലാ സ്ഥലത്തും ആയി. അപ്പോൾ അതിൻ്റെ രുചിയും കൂടിയായി. വാവ്, അടിപൊളി. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഭക്ഷണം ഇതാണ്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കുന്നുണ്ട്. ഇനി നമുക്കിത് വാങ്ങാമല്ലോ. അപ്പം ഞാനിതാ വാങ്ങി വെക്കുന്നുണ്ട്. ഇതാ കണ്ടല്ലോ, കണ്ടില്ലേ, നമ്മളെ ചേമ്പ് ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ ചേമ്പ് വെക്കുന്ന രീതി നിങ്ങളെ കാണിച്ചു തന്നെയാണ് ഗൈസ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.